നമസ്കാരം. കൂലി, രജനീകാന്ത്, ലോകേഷ് കനകരാജ് ആദ്യമായി ഒന്നിക്കുന്ന സിനിമ. ലോകേഷ് എന്ന് പറയുമ്പോൾ അറിയാലോ, അത്രയ്ക്ക് വലിയൊരു ബ്രാൻഡാണ്. ലോകേഷിന് മുന്നത്തെ സിനിമകളെല്ലാം ബിഗ് ടിക്കറ്റ് സിനിമകൾ എന്നുള്ള നിലയ്ക്കും അതല്ലാതെ ഒക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും നിലവാരം പുലർത്തുകയും ചെയ്തിട്ടുള്ള സിനിമകളാണ്. അതിൽ എന്താ പറയുക, ലിയോയുടെ രണ്ടാം പകുതിയിലെ ചില പോർഷൻസും അതുപോലെ മാസ്റ്ററിൻ്റെ അവസാന ഭാഗത്തെ പോർഷൻസൊക്കെയാണ് പേഴ്സണലി എനിക്ക് അത്ര കൊള്ളില്ല എന്ന് തോന്നിയത്. പക്ഷേ ലോകേഷിൻ്റെ ഒരു ബ്രാൻഡ് വളരെ വലുതാണ്. ലിയോയ്ക്ക് ശേഷവും അതൊട്ടും താഴെ പോയി എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ലോകേഷും രജനീകാന്തും കൂടെ ഒന്നിക്കുന്നൊരു സിനിമ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പേഴ്സണലി എന്തായാലും പടം ഒരു മിനിമം നിലവാരത്തിൻ്റെ മുകളിലേക്കേ പോകുള്ളൂ ഉറപ്പായിരുന്നു. പക്ഷേ ലോകേഷിൻ്റെ ഒരു നിലവാരത്തിലേക്ക് സിനിമ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ലോകേഷിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും മോശം സിനിമയാണ് കൂലി എന്ന് ഉറപ്പിച്ച് പറയാം. വളരെ നിരാശപ്പെടുത്തിയൊരു ആദ്യ പകുതിയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അതാണ്. കാരണം പ്രോപ്പറായിട്ട് സ്റ്റോറി സെറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടി അവരെടുത്തിട്ടുള്ള ആ ഒരു പരിപാടികളെല്ലാം പാളിപ്പോയി. ഒട്ടും എൻഗേജിങ് അല്ല. ഇപ്പോൾ ലോകേഷിൻ്റെയൊക്കെ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ മൊമെൻറ്റ്സ് ഉണ്ടാവും ഇടയ്ക്കൊക്കെ. നമ്മളിപ്പോൾ വിക്രം ആണെങ്കിൽ ലിയോ ആണെങ്കിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ അരമണിക്കൂർ തന്നെ ആ പടത്തിൻ്റെ ഒരു ഏറ്റവും നല്ല കുറേ മൊമെൻറ്റ്സ് വന്നു പോയിട്ടുണ്ടാവും. നമ്മളെ വല്ലാതെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പരിപാടികളുണ്ടാവും. പക്ഷേ ഇവിടെ ഒന്നുമില്ല. കൂലിക്കകത്ത് ഭയങ്കര ഡ്രൈ ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ ആ പരിപാടികളെല്ലാം. പിന്നെ അനിരുദ്ധ ആണെങ്കിൽ അത്യാവശ്യം പരിപാടികളൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അനിരുദ്ധും ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിനകത്ത് രജനീകാന്തിനെയൊക്കെ ലോകേഷ് ആദ്യ പകുതിയിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ഇൻട്രോ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ലോകേഷിൻ്റെ ഒരു എന്താ പറയുക മെയിൻ ഏരിയ എന്ന് പറയുന്നത് ആ പുള്ളിയുടെ ഫസ്റ്റ് ഹാഫ് കിഡിലനായിരിക്കും സിനിമകളുടെ. പക്ഷേ ഇവിടെ അത് ഏറ്റവും നിരാശപ്പെടുത്തിയിരുന്നു. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സങ്കടമായിട്ട് തോന്നിയ കാര്യം. പക്ഷേ സിനിമ എന്താ പറയുക ഇൻ്റർവൽ പോർഷനിലേക്ക് അടുക്കുന്ന സമയത്ത് സിനിമ അത്യാവശ്യം ഗ്രിപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ബെറ്റർ ആവും എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഒരുപാട് സിനിമ ഭേദമാണ്. ഫസ്റ്റ് ഹാഫിലെ അത്രയ്ക്ക് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ഒന്നും സെക്കൻഡ് ഹാഫിലില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് വലിയ കുഴപ്പമില്ല. പക്ഷേ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴൊക്കെ അത് ഭയങ്കര ശോകമായിപ്പോയി. കാരണം നമുക്കറിയാം ഇതിനകത്ത് വലിയ വലിയ ക്യാമിയോ റോൾസ് ഉണ്ട്. അത് എസ്പെഷ്യലി ആമിർ ഖാൻ, അതുപോലെ ഉപേന്ദ്ര ഉണ്ട്. ദെൻ വില്ലൻ സൈഡിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നാഗാർജുന, അതുപോലെ സൗബിൻ്റെ വലിയ റോളായിരിക്കുമെന്ന് ഒരുപാട് സ്ഥലത്ത് എന്താ പറയുക പലരും പറഞ്ഞിട്ടുള്ളതാണ്. ലോകേഷ് തന്നെ ഓഡിയോ ലോഞ്ചിലും അതുപോലെ രജനി ഉൾപ്പെടെ പലരും അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു റോളാണ് സൗബിൻ്റെത്. പക്ഷേ സൗബിൻ്റെ റോൾ അത്യാവശ്യം നല്ല റോൾ തന്നെയാണ്. പക്ഷേ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ പോയതോടുകൂടെ സൗബിൻ്റെ റോളിനും വലിയ ഇമ്പാക്റ്റ് ഇല്ലാതെ പോവുക ചെയ്തിട്ടുള്ളത്. കാരണം സൗബിൻ്റെ പെർഫോമൻസ് കൊണ്ടൊന്നും സൗബിനെ അങ്ങനെ എലവേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം നല്ല റോൾ തന്നെയാണ്. സ്റ്റാർട്ട് ടു എൻഡ് നിൽക്കുന്ന കിടിലൻ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണ് പുള്ളിക്ക്. പക്ഷേ എനിക്ക് പെർഫോമൻസിൽ പുള്ളി അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ സൗബിൻ്റെ ഒരു എന്താ പറയുക ടൈപ്പ് ഓഫ് സ്മൈലൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം കണ്ടിട്ടുള്ള പരിപാടിയാണ്. ആ സ്മൈലൊക്കെ ഇതിനകത്ത് ലോകേഷ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്രതായിട്ട് തോന്നിയില്ല. ക്ലൈമാക്സ് വരെ പുള്ളി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പുള്ളി ഒരു ലെങ്ത്തുള്ള റോളാണ് വലിയൊരു പടത്തിൽ, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പുള്ളി ഡയലോഗ് ഡെലിവറി ഭയങ്കര ദയനീയമായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. നാഗാർജുന ആണെങ്കിലും ഇപ്പോൾ ട്രെയിലറിലും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കര ഹെവി ആയിരിക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു. കാരണം പുള്ളി ഈ സിനിമയെക്കുറിച്ച് ഭയങ്കരമായിട്ട് തള്ളിയിട്ടുള്ള ഒരാളാണ്. എന്താണ് 1000 ഭാഷയ്ക്ക് ഒരു കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയോ കണ്ടു. അപ്പം അങ്ങനെയൊക്കെ പുള്ളിയും പ്രതീക്ഷ എന്നാണ്. അപ്പോൾ പുള്ളിക്ക് എന്തോ പുള്ളിയായിട്ട് തന്നെ 4-5 സിറ്റിങ്ങിന് ശേഷമാണ് ഈ സിനിമയുടെ കഥ പുള്ളി ഓക്കെ പറഞ്ഞത് ഈ സിനിമയിലെ റോള് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെന്ന് കേട്ടിരുന്നു. പക്ഷേ പുള്ളിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല. പുള്ളിയുടെ റോളാണെങ്കിലും പുള്ളിയുടെ പരിപാടികളാണെങ്കിലും അത്ര നന്നായി തോന്നിയില്ല. പക്ഷേ എന്നാലും സ്റ്റൈലായിട്ടുള്ള പുള്ളിയെ കുറേ സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ വില്ലൻ ക്യാരക്ടറൊന്നും അത്ര ഇമ്പാക്റ്റ് സിനിമയ്ക്ക് ഉണ്ടായിട്ട് തോന്നിയില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കിടുവായിട്ട് എന്താ പറയുക ക്യാമിയോലോ അല്ലെങ്കിൽ അങ്ങനെ വന്ന റോളുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള ഉപേന്ദ്രയാണ്. സെക്കൻഡ് ഹാഫിൽ ഉപേന്ദ്രയുടെ ഒരു കിഡിലൻ ഇൻട്രോ തന്നെയാണുള്ളത്. ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈ മൊമെൻ്റ് അത് തന്നെയാണ്. അല്ലെങ്കിൽ ഏറ്റവും ഹൈ മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു സീൻ അത് തന്നെയാണെന്ന് പറയാം. കാരണം അതിൽ രജനിയായിട്ടൊക്കെ വരുന്നൊരു ഫൈറ്റും പരിപാടികളും സെറ്റപ്പൊക്കെ ഗംഭീരമാണ്. പിന്നെ ലോകേഷ് ഈ പറഞ്ഞ പോലെ വിക്രത്തിലെയൊക്കെ പരിപാടികൾ പോലെ 2-3 സ്ഥലങ്ങളിൽ ഒരുപാട് ഇവൻറ്റ് നടക്കുക, അതിങ്ങനെ കണക്ട് ചെയ്ത് ഒരേ സമയം കാണിച്ചു പോകുന്ന പരിപാടിയൊക്കെ അങ്ങനെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് അത്ര അങ്ങ് നന്നായില്ല എന്ന് വേണം പറയാൻ. എങ്കിൽ പോലും ഒരു ബിലോ ആവറേജ് പടമല്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ വാച്ചബിൾ എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്നൊരു പടമാണ്. ഇതിനകത്ത് എന്താ പറയുക ആമിർ ഖാൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. ആമിർ ഖാൻ്റെ പരിപാടിയൊക്കെ കോമഡി ആയിപ്പോയി. ക്ലൈമാക്സിലൊക്കെ പുള്ളി വന്നിട്ട് പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ബിൽഡപ്പിലാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് കൊടുത്ത ക്യാരക്ടർ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു പരിപാടിയായിപ്പോയി ഭയങ്കര. പക്ഷേ രജനിയെ നന്നായിട്ട് ലോകേഷ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം രജനി അങ്ങനെ വയ്യായികൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഫൈറ്റ് ആണെങ്കിലും പുള്ളിയുടെ ഒരു സ്വാഗ് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജയിലറിലൊക്കെ കണ്ടിട്ടില്ലേ, ചുമ്മാ ഒരു ഇരിക്കുമ്പോൾ ഒന്ന് നടക്കുമ്പം അതിന് കിടുവായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തുള്ള ഒരു പരിപാടി, അതാണ് രജനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ലോകേഷ് അതൊക്കെ തരുമെന്നാണ് വിചാരിച്ചത്.
പക്ഷെ ഇത് അങ്ങനെ ഇല്ല. കാരണം കുറേ സെന്റിമെന്റൽ സീൻ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലോകേഷ്. പക്ഷെ അതൊക്കെ ഒരു ബീഡിപ്പടക്കം ലെവൽ. പൊട്ടുന്നുണ്ടോ വെച്ചാൽ പൊട്ടുന്നുണ്ട്, പക്ഷെ ശബ്ദമില്ല, അത്ര ശോകമല്ല. പക്ഷെ എന്നാൽ പോലും അതിനൊരു വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല എന്ന് പറയുന്ന രീതിയിലാണ് ഇതിനകത്ത് സെന്റിമെന്റൽ പോർഷൻസ്. ആ സെന്റിമെന്റ്സ് പോർഷൻസും ഒരു പാസം പരിപാടിയൊക്കെ ഇതിനകത്തുണ്ട്. എന്തിനാണെന്ന് അറിയില്ല. ലോകേഷിൽ നിന്ന് നമ്മൾ അതൊന്നും അല്ലല്ലോ പ്രതീക്ഷിക്കുക. ലോകേഷ് സിനിമകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൻ ബിൽഡപ്പിൽ വൻ പരിപാടികളാണ്. ചീള് കേസുകളൊന്നും പുള്ളി പിടിക്കാറില്ല. അതുകൊണ്ടാണ് പുള്ളി ഒരു ബ്രാൻഡ് ഡയറക്ടറായിട്ടൊക്കെ. കാരണം മലയാളികൾ പുറത്തുനിന്നുള്ള അങ്ങനെ ഡയറക്ടേഴ്സിനെ നെഞ്ചേറ്റുക എന്ന് പറഞ്ഞാൽ അത് ശങ്കറോ രാജമൗലിയോ മണിരത്നോ അല്ലെങ്കിൽ ലോകേഷൊക്കെ പോലുള്ള ആളുകളെയാണ് നമ്മളങ്ങനെ ഒരു ഡയറക്ടറായിട്ടൊക്കെ എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ലോകേഷ്. അപ്പോൾ ലോകേഷിൽ നിന്ന് ആ ഒരു രീതിക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അറിയാലോ, വിക്രമൊക്കെ പുള്ളി പല സ്റ്റാർസിനെ വെച്ചിട്ട് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ലീഗാണ്. ഇപ്പോൾ ലിയോ ആണെങ്കിൽ ലിയോ ഒരു സെക്കൻഡ് ഹാഫിൽ ആ ഒരു ചേസിങ്ങും അതുപോലെ ഒരു എന്താ പറയുക ഫ്ലാഷ് ബാക്ക് സീനൊക്കെ പാളിപ്പോയെങ്കിൽ പോലും അത് പിന്നീട് കാണുമ്പോൾ അറിയാം നമുക്ക് ആ ഫസ്റ്റ് ഹാഫൊക്കെ ഗംഭീരമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കിഡിലൻ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. അത് നമുക്ക് ഹിസ്റ്ററി ഓഫ് വയലൻസിൻ്റെ ഒക്കെ പരിപാടിയാണ് ലിയോ എങ്കിൽ പോലും അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവിടേക്ക് വരുന്ന സമയത്ത് ദയനീയമാണ്. കാരണം പരിപാടികൾ 90% പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രുതിഹാസന് നല്ല റോളുണ്ട്, നല്ല റോളാണ്. പക്ഷെ ശ്രുതിഹാസനൊന്നും പോരാ, പെർഫോമൻസ് കൊണ്ടൊന്നും പുള്ളിക്കാര്യം നന്നാക്കിയിട്ടില്ല. സത്യരാജ് ഉണ്ട്. സത്യരാജ് രജനിയുടെ ഒരു സുഹൃത്തായിട്ടുള്ള ക്യാരക്ടറാണ്, കുഴപ്പമില്ല. കാരണം പുള്ളിയാണ് ഇതിൻ്റെ ഒരു അടിത്തറ. ഈ ഒരു രജനി ഈ പ്ലോട്ടിലേക്ക് ഇൻവോൾവ് ആകുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അത് രജനിയുടെ ഡി ഏജിങ് പരിപാടിയൊക്കെ ചെയ്തിട്ട് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതൊക്കെ ഗംഭീരമായിട്ടോ. ആ പോർഷൻസ് ഭയങ്കര രസമുണ്ടായിരുന്നു. രജനി ആ രീതിക്കുള്ള പരിപാടികളൊക്കെ നല്ല ഡയലോഗ്. അപ്പോൾ രജനി ഒരു സിംഗിൾ ഷോട്ടിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഡയലോഗുകൾ പറഞ്ഞു പോകുന്നൊരു പരിപാടി ഉണ്ട്. അത് അടിപൊളിയായിരുന്നു. നാഗാർജുനോടുള്ളൊരു പോർഷൻ അത് അടിപൊളിയായിരുന്നു ആ സീനൊക്കെ. പക്ഷെ മൊത്തത്തിൽ പടം ഒരു എന്താ പറയുക ഒരു ആവറേജ് അല്ലെങ്കിൽ ആവറേജിൽ താഴെ നിൽക്കുന്ന ആദ്യ പകുതിയും ഒരു എബോ ആവറേജ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫും ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള എൻഡ് പോർഷനുമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഈ എൻഡ് പോർഷനിൽ തന്നെ രജനിയുടെ ഒരു സ്വാഗ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സോ ലോക്കിയുടെ ഏറ്റവും വേസ്റ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന പടമാണ് കൂലി. ലോക്കിയുടെ ഏറ്റവും മോശമെന്ന് പറയുമ്പോൾ പോലും ഒരു നോർമൽ രജനീകാന്ത് പടം എന്ന് എടുക്കുമ്പോൾ അതൊരു വാച്ചബിൾ ഫീൽ തന്നു എന്നുള്ളതാണ്. സോ ലോകേഷിൻ്റെ ഒരു പടം കാണാനായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയാൽ ഉറപ്പായിട്ടും നിരാശപ്പെടും. അതേസമയം ഒരു നോർമൽ രജനി പടം കാണാൻ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓക്കെ ആയിരിക്കും, അത് വാച്ചബിൾ ഫീൽ ആയിട്ട് വരും. എനിക്കിതാണ് ഈ പറയുന്ന കൂലിയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്.